ഒരു വ്യക്തി അടിപൊളിയായിട്ടൊരു കാര്യം ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ പൊതുവെ പറയുന്ന ഒരു സംഭവമാണ് കൺഗ്രാറ്റുലേഷൻസ് അല്ലെങ്കിൽ കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറയും അല്ലേ. അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്നതിന് പകരമായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയാറ്. ഈ കൺഗ്രാറ്റ്സ്, കൺഗ്രാറ്റുലേഷൻ എന്നുള്ളത് വളരെ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ് അല്ലേ. ഒരേ വാക്കിന് രണ്ട് ഫോമിൽ പറയുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ കൺഗ്രാറ്റ്സ് എന്ന് പറയുന്ന വാക്കിന് പകരമായിട്ട് അല്ലെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കിടിലൻ കുറച്ച് വാക്കുകൾ പറഞ്ഞു തരട്ടെ. അപ്പം നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ടെക്സ്റ്റ് ചെയ്യുമ്പോൾ മറ്റുള്ള ആളുകളിൽ നിന്ന് വേറിട്ട് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഇംഗ്ലീഷ് കുറച്ചും കൂടി ഒന്ന് ലെവൽ കൂട്ടി അപ്ഗ്രേഡ് ചെയ്തിട്ട് പറയാൻ സഹായിക്കുന്ന കിടിലൻ കുറച്ച് എന്താ പറയുക റീപ്ലേസ്മെൻറ്റ് വാക്കുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ വാക്കുകളൊക്കെ പഠിച്ചു വയ്ക്കുക. ഓരോ സാഹചര്യത്തിനനുസരിച്ചിട്ട് സെയിം ആയിട്ട് കൺഗ്രാറ്റ്സ് പറയുന്നതിന് പകരം ഈ വാക്കുകളൊക്കെ മാറ്റിമറിച്ച് ഉപയോഗിച്ചുകൊണ്ട് നോക്കുക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ഷിജു തോമസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇത്തരത്തിൽ സാധാരണക്കാരായിട്ട് തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോകളൊക്കെ കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ഒരു ലൈഫ് വ്ളോഗിങ് ചാനലായിട്ടുള്ള SR വ്ളോഗ്സ് ദുബായ് എന്ന് പറഞ്ഞൊരു ചാനൽ കൂടി ഉണ്ട്. അതും കൂടി കണ്ടു നോക്കുക. താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ആ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മരക്കരുത് കേട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 7 വാക്കുകളാട്ടോ നമ്മൾ പറഞ്ഞു തരുന്നത്. കൺഗ്രാറ്റ്സിന് പകരം യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള 7 വാക്കുകൾ. ഒന്നാമത്തത് ഹാറ്റ്സ് ഓഫ്, HATS, ഹാറ്റ്സ് ഓഫ്. ഹാറ്റ്സ് ഓഫ് നമ്മൾ തൊപ്പിയെ കൂരി കാണിക്കില്ലേ, കണ്ടിട്ടില്ലേ നിങ്ങൾക്ക് സിനിമകളിലൊക്കെ ഹാറ്റ്സ് ഓഫ്. രണ്ടാമത്തേതാണ് വെൽ ഡൺ. നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ടാവും വെൽ ഡൺ മൈ ബോയ്. പക്ഷേ ആക്ച്വലി വെൽ ഡൺ എന്നുള്ളത് കൺഗ്രാറ്റ്സിന് പകരം പറയുന്ന ഒരു കിടിലൻ വാക്കാട്ടോ വെൽ ഡൺ. നമ്മൾ അങ്ങനെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറില്ലെന്നേ ഉള്ളൂ വെൽ ഡൺ. മൂന്നാമത്തേതാണ് വേ ടു ഗോ, വേ ടു ഗോ. നാലാമത്തേതാണ് ഗുഡ് ജോബ്. നാലാമത്തേത് ഗുഡ് ജോബ്. അഞ്ചാമത്തേതാണ് യു റോക്ക്. അഞ്ചാമത്തേത് യു റോക്ക്. അതിൽ പറയുന്നത് ഇപ്പോൾ ഒളിച്ചുട്ടാ ആ സാധനത്തിൻ്റെ കറക്റ്റ് ഇംഗ്ലീഷാണ് യു റോക്ക്. ആറാമത്തേതാണ് നൈസ് ഗോയിങ്. നൈസ് ഗോയിങ് അടിപൊളിയായിട്ടുണ്ടാന്ന് പറയല്ലേ, നൈസ് ഗോയിങ്. ഏഴാമത്തേതാണ് കീപ്പ് അപ്പ്. കീപ്പ് അപ്പ് യുവർ ഗുഡ് വർക്ക്സ് അല്ലെങ്കിൽ കീപ്പ് അപ്പ് എന്ന് പറയില്ലേ. അതായത് ഇങ്ങനെ തന്നെ പോട്ടറ, പൊളിക്കറ, പോട്ടെ, പൊരിക്കട എന്നൊക്കെ പറയില്ല. അതുപോലെ കണ്ടിന്യൂ ചെയ്ത് പോട്ടെ എന്നൊക്കെ പറയുന്നതിന് തുല്യമായിട്ട് പറയുന്നതാണ് കീപ്പ് അപ്പ്. അപ്പോൾ ഏതൊക്കെയാണ് 7 വാക്കുകൾ? ഹാറ്റ്സ് ഓഫ്, വെൽ ഡൺ, വേ ടു ഗോ, ഗുഡ് ജോബ്, യു റോക്ക്, നൈസ് ഗോയിങ്, കീപ്പ് അപ്പ്. അപ്പോൾ 7 വാക്കുകൾ കിടിലൻ വാക്കുകളായിട്ടില്ല. അപ്പോൾ ഈ 7 എണ്ണം വെച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയാവുന്ന, നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 7 എണ്ണത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വാക്ക് വെച്ചിട്ട് ഒരു കുഞ്ഞു സെൻറ്റൻസ് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ എഴുതണം. കൂടാതെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ കൂടുതൽ വീഡിയോകളായിട്ട് കാണുന്നവരിക്കും ദിസ് ഈസ് ഷിജു തോമസ് സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ബൈ ബൈ.